ثم إذا كشف الله عنكم إذا فريق منكم بربهم يشركون. നിങ്ങളുടെ വിളി കേട്ടുകൊണ്ട് പടച്ച തമ്പുരാൻ അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു അങ്ങെടുത്തു കളയും. എടുത്തു കളയുമ്പോൾ ഇദാ ഫരീഖുൻ മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ. നിങ്ങളിൽ ഒരു ഗ്രൂപ്പുകാർ അല്ലാഹുവിനെതിരായി വീണ്ടും പ്രവർത്തിക്കുന്നവരായി മാറും. ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ അള്ളാഹ് വിളിക്കും, കൈയും കാലും പിടിച്ച്. അള്ളാഹ് അതങ്ങോട്ട് മാറ്റിക്കൊടുക്കുമ്പോ പിന്നെയും സ്വഭാവം മാറി, പിന്നെയും നേരത്തെയും നിലവിളക്കും ഒക്കെ അള്ളാഹ്ക്കല്ല വേറെ എങ്ങോട്ടോ നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. ബുദ്ധിമുട്ട് മാറി കിട്ടിയല്ലോ. അത്യാഹിതം വരുമ്പോ അത്യാഹിതം വരുമ്പോ കാഷ്വാലിറ്റി അവിടുത്തെ മെയിൻ ഭാഗം അള്ള നോക്കിയാൽ മതി. ബാക്കി ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉള്ള ദേവീദേവന്മാരെയും അതുപോലുള്ള ജാറങ്ങളും ഒക്കെയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞോളാം. ബുദ്ധിമുട്ട് വരുന്നു, ആക്സിഡന്റിൽ കിടന്ന് ചാവാറായി, ഇനി ഇവരെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല, നേരെ വിളിക്കുന്നത് അള്ളാഹുവാണ്. ആ സമയത്തെങ്കിലും നിന്റെ ആ ഒരു തൗബ മനസ്സിലാക്കി അള്ളാഹ് കാണും പുറത്ത് വന്ന് അൽഹംദുലില്ലാഹ് ആഫിയത്തോടുകൂടി ഐസിയുന്നൊക്കെ വെളിയിൽ വന്ന് ഉഷാറായെങ്കിൽ ആദ്യം വണ്ടിയെടുത്ത് പുറപ്പെടുന്നത് വേറെ എങ്ങോട്ടോ ആയിരിക്കും. ഇപ്പൊ ദുനിയാവിൽ വെച്ച് ഒരുപാട് പേര് വരെ ഇങ്ങോട്ട് കുടിക്കോ, ഇതാണ് ശരി, ഇവിടെ അനുസരിച്ചാ രക്ഷപ്പെട്ട്, ഇവിടെ അനുസരിച്ചാ സ്വർഗമായി, അവരായി മറ്റവരായി, ഇല്ല എങ്കിൽ എല്ലാം പോയി. ഇവരൊക്കെ അവസാനം വാക്കുമാറും. കേൾക്കണോ നിങ്ങൾക്ക്? ഈ പറയുന്ന ഗ്രൂപ്പുകാരെല്ലാം വാക്കുമാറും. ഈ അന്നത്തമായവനും വാക്കുമാറും. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം കുഴപ്പമില്ല, പരസ്പരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ടിപ്പോ അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള കപ്പാസിറ്റിയും കഴിവൊന്നും നമുക്കില്ല. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മാത്രമാണ്. നമ്മളെല്ലാം അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിലൂടെ തുറന്നതുപോലെ ആയിരിക്കും, പെട്ടെന്ന് അടിച്ച് വീശായിപ്പോവും. അതുകൊണ്ട് നമുക്ക് ആ വഴി വേണ്ട. ക്രിസ്ത്യാനികള്, ജൂതന്മാര് യേശുക്രിസ്തുവിനെ ദൈവമാക്കി അംഗീകരിച്ച് അവർ നേരെ അള്ളാഹുവിലേക്ക് പോയതുപോലെ നമുക്ക് പോകാം എന്ന് നിങ്ങൾ കരുതിപ്പോയാൽ നഊദു ബില്ലാഹ് അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് കരുതി ആരെങ്കിലും അങ്ങനെ ആരാധിച്ചു പോയാൽ വല്ലാഹി സത്യം, മരിക്കാറാവുമ്പോൾ അവൻ തന്നെ അവന്റെ സ്വന്തത്തോട് പറയും, ഞാൻ ചെയ്തത് അക്രമമായി പോയി. എപ്പോൾ പറയും? മലക്കൾ അവന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ. ഇപ്പൊ 100 തെളിവുകൾ കൊണ്ടുവരാൻ ആൾക്കാർ കാണും, 100 പേർ സപ്പോർട്ട് ചെയ്യാനും കാണും, എല്ലാം കാണും. പക്ഷെ മരിക്കാറായി കിടക്കുമ്പോൾ കിതാബ് എടുത്തവനെ കാണാൻ